നവാസും ഭാര്യ രഹനയും ഏറെ ആഗ്രഹിച്ച ഒരു കാര്യം, അത് ഇപ്പോൾ നവാസ് മരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അതെ, നവാസും രഹനയും ഒരുമിച്ച് ആദ്യവും അവസാനവുമായി ഒരുമിച്ച് അഭിനയിച്ച സിനിമ. അദ്ദേഹത്തിന് ഭാര്യയുമായി ഒരുമിച്ച് അഭിനയിച്ചിട്ട് ആ സിനിമ ബിഗ് സ്ക്രീനിൽ കാണണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമ പൂർത്തിയായതിനു ശേഷം നവാസ് പലവട്ടമായി രഹനയോട് പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ആഗ്രഹം സാധിച്ചല്ലോ, ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ. പക്ഷേ ആ സിനിമ ഇന്ന് റിലീസിനൊരുങ്ങുമ്പോൾ അത് കാണാൻ നവാസിക്ക ഇല്ല എന്നൊരു വിഷമം മാത്രമാണ് ബാക്കിയുള്ളത്. രഹന ഇപ്പോഴും ആ ഒരു ദുഃഖത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ആരുടെയും മുഖത്ത് നോക്കിയിട്ടില്ല. ആരോടും ഒരു വാക്കുപോലും സംസാരിച്ചതുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ ഒരു സിനിമ യൂട്യൂബിലൂടെ റിലീസ് ചെയ്യാം എന്ന് താല്പര്യപ്പെട്ടത്. ഇഴ എന്ന് പേരിട്ടിരുന്ന ഈയൊരു സിനിമ ഇന്നലെയാണ് യൂട്യൂബിലൂടെ റിലീസ് ചെയ്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈയൊരു സിനിമ ഇതിനോടകം തന്നെ കണ്ടു തീർത്തതും. വളരെയേറെ നാളുകളായി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും നവാസിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിഞ്ഞത് ഈയൊരു ദിവസങ്ങളിലാണ് എന്ന് പറയുകയാണ് ആരാധകർ. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൂടുതൽ ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹമെന്ന മനുഷ്യൻ്റെ ആ ഒരു വ്യക്തിത്വവും അദ്ദേഹമെന്ന മനുഷ്യൻ്റെ ആ ഒരു സ്വഭാവവും ആളുകളിലേക്ക് എത്തുന്നത്. നവാസിനെ ഭാര്യ രഹന എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും ഇരുവരുടെയും ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും എന്നൊക്കെ ആരാധകർ അറിയുന്നത് ഇപ്പോഴാണ്. നവാസിക്കയില്ലാതെ തനിക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് ജീവിക്കാനാകില്ല എന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ് ആരാധകരുടെ ഹൃദയത്തിലേക്ക് കയറിയിരിക്കുന്നത്. രഹനയെക്കുറിച്ചോർത്താണ് ആരാധകർ ഇപ്പോൾ ദുഃഖിക്കുന്നത്. രഹന